അതും കൊടുത്തു. അങ്ങനെ ബാങ്കിനെ സ്വാധീനിച്ച് വലിയ ഒരു തുക ഖാലിദ് ഹാജിയും അബൂബക്കർ ഹാജിയും കൂടി അവരുടെ സ്വന്തം പേഴ്സണൽ അക്കൗണ്ടിലേക്ക് അവർ വലിച്ചു. ഈ ഗ്യാരണ്ടിയിൽ തന്നെ അവർക്ക് അങ്ങനെ ഒരു പണം കൊടുക്കാൻ ബാങ്ക് കൂട്ടുനിർത്തു. അങ്ങനെ കൂട്ടുന്നതിന്റെ പേരിൽ ഇപ്പോൾ ബാങ്കിൽ സംഖ്യ കൊടുക്കാനുണ്ട്. അതിന് പൂർണ്ണമായ ഉത്തരവാദികൾ ഇവരാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നേരത്തെ പറഞ്ഞ പോലെ പറയുന്ന കട്ടുണ്ടോ എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് കോടതിയെ സമീപിക്കാം. അങ്ങനെ കോടതിയെ സമീപിച്ചു, ഹൈക്കോടതിയെ സമീപിച്ചു, പോലീസ് സ്റ്റേഷനിൽ സമീപിച്ചു, അങ്ങനെ പലരെയും സമീപിച്ചു. അങ്ങനെ ഇപ്പോൾ അതിന്റെ അന്വേഷണം പൂർത്തിയായി. 100ഓളം ആളുകളെ ചോദ്യം ചെയ്തു, 120ഓളം രേഖപരിധി. അങ്ങനെ പരിശോധിച്ചിട്ട് ഈ അബൂബക്കർ ഹാജി കള്ളനാണെന്നും ഈ ഖാലിദ് ഹാജി കട്ടതാണെന്നും അബൂബക്കർ ഹാജി കട്ടതാണെന്നും സംഖ്യ ചെലവഴിച്ചിട്ടില്ല എന്നും സംഖ്യ മർക്കസിന്റേത് പിൻവാതിലൂടെ വലിച്ചതാണെന്നും ആ സംഖ്യ വലിച്ചതിന് ഇവരാരും റഹീം സാഹിബ് മറ്റോ ഉത്തരവാദിയല്ലെന്നും നമ്മളെ ആളുകളുടെ പൈസ അവർ കട്ടതാണെന്നും വ്യക്തമായി തെളിഞ്ഞു. ഈ പൈസ കട്ടതിന് ഉത്തരവാദി കാന്തപുരല്ല, പണയം വെച്ചതല്ല, പിന്നെ പലിശക്ക് കൊടുത്തതുമല്ല, പലിശ വാങ്ങിയതുമല്ല, പലിശ കൊടുത്തതുമല്ല. ഇത് വളരെ വാസ്തവമാണ്. ഇനിയിതാ ഖാസിമിയുടെ സ്തുതിപാഠകൻ ഫൈസി കോഴിക്കോട് ജില്ലയിലെ കരുവമ്പയിൽ സ്വദേശിയായ മുജാഹിദ് പാതിരിയിൽ നിന്ന് രഹസ്യബന്ധത്തിലൂടെ വാങ്ങിയ വീഡിയോ ക്ലിപ്പിങ്ങുകൾ ഉപയോഗിച്ചോ സുന്നി പണ്ഡിതന്മാർക്കെതിരെ കൊഞ്ഞനം കുത്താൻ ശ്രമിക്കുന്നതോ നിങ്ങളൊന്ന് കാണുക. അന്താരാഷ്ട്രീയമാകാൻ എന്തെല്ലാം തട്ടിപ്പുകൾ ജനസമൂഹത്തിൽ കാട്ടി മുസ്ലിങ്ങൾ വെറുക്കുന്ന ജോർജ് ബുഷിനോട് തുല്യനാവാൻ താങ്കൾ മാത്രമേ കേരളത്തിൽ ഉള്ളൂ എന്ന് പ്രചരിപ്പിച്ചു. അതിശയിക്കേണ്ട സമൂഹമേ, മിസ്റ്റർ കാന്തപുരത്തിന്റെ സംഗമനിയായി പേരോടൻ പ്രതാപി തന്നെ ആ വസ്തുത നിങ്ങളോട് പറയും. അസൂയാലുക്കളെ, സുന്നിപ്പടയണിയുടെ ആവേശമായ പേരോട് ഉസ്താദ് തന്നെ അതിന്റെ സത്യാവസ്ഥ മാതാപുരം ഗണ്ണത്തിൽ തുറന്നു പറഞ്ഞതാണ്. അന്ന് മുജാഹിദ് പാതിരിമാർ മുട്ടുമടക്കി. ഇന്നിതാ വിഘടിത വിഭാഗം നെറ്റിവിറക്കുകയാണ്. ഇതാ ബുഷ് വിവാദവും ഇവിടെ പൊട്ടിത്തകരുകയാണ്. ഇനി ചെവി തുറന്നോളൂ. അത്തരം ആളുകൾ കേട്ടോളൂ, ചെവി കൊണ്ട് തുറന്നത് കേട്ടു. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ നിസ്സാരപ്പെടുത്തിയിട്ട് എന്നെ പരിഹസിക്കുകയാണ്. വിഷയം മാറ്റാണ്, മറുപടി ഇല്ലാത്തോണ്ട് മൗലവി വിഷയം മാറ്റാ ചെയ്തത്. അതെങ്ങനെയെന്നറിയോ? അതും ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഒരു പ്രസംഗത്തിൽ മൗലവി എന്ത് ചെയ്തു? ജോർജ് ബുഷിന്റെ കൂടെ ഉസ്താദിനെ കൂട്ടിപ്പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞു, ഏതായാലും ജോർജ് ബുഷ്, കോഫി അന്നാൻ ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെ കൂട്ടിപ്പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതൻ അത് കാന്തപുരം തന്നെയാണ് ഉള്ളത്, നിങ്ങളെ കൊണ്ടും പറയിച്ചല്ലോ അല്ലാഹ് എന്ന് പറഞ്ഞു. അതായത് ലോകരാഷ്ട്രത്തിൽ അറിയപ്പെടുന്ന രാഷ്ട്ര നേതാക്കളാണ് ജോർജ് ബുഷും കോഫി അന്നാനൊക്കെ. ലോകരാഷ്ട്രങ്ങളിൽ അറിയപ്പെടുന്ന പണ്ഡിതനാണ് കാന്തപുരം ഉസ്താദ്. ലോകരാഷ്ട്രത്തിൽ അറിയപ്പെടുന്ന രാഷ്ട്ര നേതാക്കളാണ് ജോർജ് ബുഷും കോഫി അന്നാനൊക്കെ. ലോകരാഷ്ട്രങ്ങളിൽ അറിയപ്പെടുന്ന പണ്ഡിതനാണ് കാന്തപുരം ഉസ്താദ്. ഈ നിലക്കാണ് ഞാനത് സംസാരിച്ച് എല്ലാവർക്കും മനസ്സിലായതാണ്. ഇപ്പൊ നിങ്ങൾ തെക്കുബീർ ചൊല്ലിയതുപോലെ അന്നും വിവരവും ബുദ്ധിയുള്ള സദസ്യര് തെക്കുബീർ ചൊല്ലി. എന്നാൽ അത് മുമ്പേ ഉണ്ടങ്ങനെ. നുമ്രൂദ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ ആര്യ? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ. നുമ്രൂദ് അപ്പുറം നിൽക്കുമ്പോൾ കൂട്ടിപ്പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ. ഫിർഔൻ അപ്പുറം നിൽക്കുമ്പോൾ കൂട്ടിപ്പറയുന്നത് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ. അങ്ങനെ മുമ്പേ ഉള്ളതാണത്. എന്നാൽ എന്റെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞത് ജോർജ് ബുഷിനോടും കോഫി അന്നാനോടും കൂട്ടിപ്പറയാൻ നിങ്ങളെ നാവും ഒരു വള്ള കൊണ്ടുവന്നത് കാന്തപുരത്തേതാണ്. അതിന് മൂപ്പരത് അട്ടിമറിച്ച് നടത്തിയിട്ട് പറയാണ്, കാന്തപുരത്തോട് കൂട്ടിപ്പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതൻ ജോർജ് ബുഷാണെന്ന് ആ പേരോട് പറഞ്ഞത്. ഇങ്ങനെ ജോർജ് ബുഷിനോട് കൂട്ടിപ്പറയാൻ ഒരു പണ്ഡിതനുള്ളത് കാന്തപുരം എന്നാണ് ഞാൻ പറഞ്ഞത്. മൂപ്പരത് ഇവിടുന്ന് എന്റെ ക്ലിപ്പ് കേൾപ്പിച്ചിട്ട് മുന്നിലിരിക്കുന്ന മുജാഹിദീങ്ങളെ മുഴുവനും വിഡ്ഢികളാക്കിയിട്ട് അയാൾ ഉടനെ പറയാണ് എന്ത്? പേരോട് പറഞ്ഞത് കാന്തപുരത്തോട് കൂട്ടിപ്പറയാൻ പറ്റുന്ന ഒരേ ഒരു പണ്ഡിതൻ ജോർജ് ബുഷാണ്. നേരെ തല തിരിച്ച് അതൊന്ന് കേട്ടോളി നിങ്ങൾ. അയാളെ പരിഹാസവും ആ പറഞ്ഞതൊക്കെ ഒന്ന് ശരിക്കും കേട്ടോ. ആദ്യം അയാൾ പരിഹസിച്ചുകൊണ്ട് പറയുന്നത് കേട്ടോളൂ. അപ്പൊ സഹോദരന്മാരെ, ഈ പറഞ്ഞത് ശ്രദ്ധിച്ചേ. പൂച്ചക്ക് ജോർജ് ബുഷ് പ്രയോഗം മൂപ്പർക്ക് വലിയ താല്പര്യമാണ്. ഏത് കാലത്തും എപ്പോഴും ഉദാഹരണത്തിന് ഉപമക്കൊക്കെ മൂപ്പർക്ക് ഏതിനെ കിട്ടുക?
ജോർജ് ബുഷിനെ കിട്ടുക. അതെന്താ കാരണം എന്ന് മൂപ്പരെന്ന് പറയുന്നുണ്ട്. എന്താണ് ഈ ജോർജ് ബുഷിനെ മുമ്പും പറഞ്ഞിട്ടുണ്ട്. എന്താ ജോർജ് ബുഷിനെ പറ്റി മുമ്പ് പറഞ്ഞത് ശ്രദ്ധിച്ചോളൂ. പറയുമ്പോ കൂട്ടി പറയാൻ നിങ്ങളുടെ നാവിലും ഉള്ള കൊണ്ടുവന്നത് കോഫി അന്നാനെയും ജോർജ് ബുഷിനെയാണ്. കാരണം അങ്ങനെ കൂട്ടി പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതൻ ഉണ്ടെങ്കിൽ അത് കാന്തപുരമേ ഉള്ളൂ. കാന്തപുരത്തോട് കൂട്ടി പറയാൻ പറ്റുന്നൊരു പണ്ഡിതനുണ്ടെങ്കിൽ അത് ജോർജ് ബുഷേ ഉള്ളൂ എന്നാണ് മൂപ്പര് പറഞ്ഞത്. ജനങ്ങൾ തെക്കുബീർ വിളിച്ചു കേട്ടോ. ജനങ്ങൾ തെക്കുബീർ വിളിച്ചു. ഞാൻ അങ്ങനെയാ പറഞ്ഞത്. ജനങ്ങൾ ഹുസൈൻ സലഫിനെ പോലല്ല. അവർക്ക് അഖലും ഉണ്ട്, സമഉം ഉണ്ട്, ബസറും ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അഖലും സമഉം ബസറും ഉള്ള ജനങ്ങളാ തെക്കുബീർ വിളിച്ചത്. ഞാൻ പറഞ്ഞത് എന്താണ്? ജോർജ് ബുഷിനോട് കൂട്ടിപ്പറയാൻ പറ്റുന്ന പണ്ഡിതൻ കാന്തപുരം. അയാൾ എന്ത് ചെയ്തു? അത് അട്ടിവരച്ചിട്ട് അയാൾ എന്ത് ചെയ്തു? കാന്തപുരത്തോട് കൂട്ടിപ്പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതനുണ്ടെങ്കിൽ ജോർജ് ബുഷ് ഇതാക്കി. ഇയാളെ തട്ടിപ്പ് നോക്ക് നിങ്ങൾ. അതൊന്ന് ശരിക്ക് രണ്ടും ആവർത്തിച്ച് വെച്ചിട്ട് ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. ഒന്ന് വെച്ചോടുത്തവനെ അട്ടിവരി. അങ്ങനെ കൂട്ടിപ്പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതൻ ഉണ്ടെങ്കിൽ അത് കാന്തപുരമേ ഉള്ളൂ. കാന്തപുരത്തോട് കൂട്ടി പറയാൻ പറ്റുന്നൊരു പണ്ഡിതനുണ്ടെങ്കിൽ അത് ജോർജ് ബുഷേ ഉള്ളൂ എന്നാണ് മൂപ്പര് പറഞ്ഞത്. ജനങ്ങൾ തെക്കുബീർ വിളിച്ചു. അങ്ങനെ കൂട്ടിപ്പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതൻ ഉണ്ടെങ്കിൽ അത് കാന്തപുരമേ ഉള്ളൂ. കാന്തപുരത്തോട് കൂട്ടി പറയാൻ പറ്റുന്നൊരു പണ്ഡിതനുണ്ടെങ്കിൽ അത് ജോർജ് ബുഷേ ഉള്ളൂ എന്നാണ് മൂപ്പര് പറഞ്ഞത്. അങ്ങനെ കൂട്ടിപ്പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതൻ ഉണ്ടെങ്കിൽ അത് കാന്തപുരമേ ഉള്ളൂ. കാന്തപുരത്തോട് കൂട്ടി പറയാൻ പറ്റുന്നൊരു പണ്ഡിതനുണ്ടെങ്കിൽ അത് ജോർജ് ബുഷേ ഉള്ളൂ എന്നാണ് മൂപ്പര് പറഞ്ഞത്. എങ്ങനെയുണ്ട്? കളവ് പറയൽ മത്സരത്തിൽ ഇയാൾക്കല്ലായിരുന്നോ റക്ഷോണാസോപ്പ് കൊടുക്കേണ്ടത്? ഇനി ആ റക്ഷോണ സോപ്പിന്റെ വല്ല അവശിഷ്ടവും ലഭിക്കുമോ എന്നോ രഹസ്യമായി മുജാഹിദ് പാതിരിമാരോട് നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ. ഓ മുത്തേടം മൗലവി, താങ്കളുടെ സ്തുതിപാഠകൻ താങ്കൾക്ക് വേണ്ടി തയ്യാറാക്കിയ ആ കാസറ്റ് നിർമ്മാണത്തിന് പിന്നിൽ കരുവമ്പയിൽ സ്വദേശിയായ മുജാഹിദ് പാതിരിയെ കൂട്ടുപിടിച്ചില്ലെന്നോ നിഷേധിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ സ്തുതിപാഠകനോ സാധിക്കുമോ? മുജാഹിദ് പാതിരിമാരിൽ നിന്നും സുന്നി പടയണിക്കെതിരെ പൊട്ടിക്കാമെന്നുള്ള വ്യാമോഹത്താൽ നിങ്ങൾ അവിശുദ്ധ ബന്ധത്തിലൂടെ വാങ്ങിക്കൂട്ടിയ മുഴുവൻ പടക്കങ്ങളും ആദർശ കൈരളിയുടെ മണ്ണിൽ നനഞ്ഞ പടക്കം പോലെ ചീറ്റിപ്പോവുകയാണ്. കൂട്ടത്തിൽ മുജാഹിദ് പൗരോഹിത്യത്തോട് ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ. സുന്നികളെ തമ്മിലടിപ്പിച്ച് ചുടുചോര കുടിക്കാമെന്നുള്ള നിങ്ങളുടെ വ്യാമോഹവും കേരള ജനത തിരിച്ചറിയുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. ഇനി വിദഅത്തുകാരുമായുള്ള വിഘടിതരുടെ അവിശുദ്ധ ബന്ധത്തിന്റെ നിരവധി ജീവിക്കുന്ന തെളിവുകളും രേഖകളും ജനസമക്ഷം തുറന്നുകാട്ടാനുണ്ട്. മുജാഹിദ് പാതിരിമാരുമായുള്ള അവിശുദ്ധ ബന്ധം നിങ്ങൾ നിഷേധിച്ചാൽ തെരുവുകൾ സഹിതം ആദർശ കൈരളിയുടെ മണ്ണിൽ ഞങ്ങൾ പലതും തുറന്നു കാണിക്കും. അതെ, ഞങ്ങൾ പലതും തുറന്നു കേൾപ്പിക്കും. ഈ പൊട്ടലുകളും തകർച്ചകളും കണ്ടിട്ടോ ഇനിയും നിങ്ങൾ പാഠം കൊള്ളുന്നില്ലെങ്കിൽ നിങ്ങളുടെ വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം മുജാഹിദ് സമ്മേളനത്തിൽ പങ്കെടുത്തത് രേഖകൾ സഹിതം ഞങ്ങൾ ആദർശ കൈരളിക്ക് മുന്നിൽ തുറന്നു കാണിക്കും. ഇനിയും നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുക.